ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം ഉള്ളത് ഊട്ടിയിലല്ല, കൊടൈക്കനാലിലല്ല, മൂന്നാറിലല്ല, നമ്മളുടെ രാമക്കൽ മേടിലാണ് കേട്ടോ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും രാമക്കൽ മേടി വന്നത്. രാമക്കൽ വന്നപ്പോൾ വേണ്ട അടിപൊളി മഞ്ഞ് അപ്പോൾ അത് തന്നെ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ 25 രൂപ, ഒരാൾക്ക് 25 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ട്. അത് നമ്മൾ പാസ് എടുത്തിട്ട് വേണം നമുക്ക് മേളിലോട്ട് കയറാം. അപ്പോഴേ ഇപ്പം അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നെന്തോ രാവിലെ തൊട്ട് ഇവിടെ നല്ല മഴയായതുകൊണ്ടാണ് ഇത്രയും നല്ല മഞ്ഞ് കിട്ടിയത്. പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടി അടിപൊളി വ്യൂ ആയിരിക്കും മുകളിൽ. അപ്പം നമുക്ക് മുകളിലത്തെ കാഴ്ചയാണ്. നമ്മളെ അങ്ങോട്ട് കയറി പോകുന്ന വഴിയാണ്. പണ്ട് ഞാൻ വന്നപ്പോഴേ, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നത് കേട്ടോ. അന്ന് വന്നപ്പോൾ ഇതിൻ്റെ പണിയൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. നമ്മളിതേ കണക്ക് ഈ പുല്ലിൻ്റെ മേളിൽ കൂടെ ആയിരുന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി. അയ്യ അഡാ മഞ്ഞ്. അവിടെ കണ്ടോ, ഞങ്ങളിനി എത്താറായി. ഞാൻ കണ്ടോ ആ നിഴലാണ് നമ്മളെ കുറഞ്ഞി ശില്പമാണ്. പക്ഷെ നമുക്കിത് മഞ്ഞായതുകൊണ്ട് കുറച്ചും കൂടെ അടുത്ത് ചെന്നാലും എന്തായാലും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. നല്ല കോടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ഈ ഇടുക്കി ജില്ലയിലെ രാമക്കൽ മേടിൻ്റെ വേറൊരു പ്രത്യേകതകളുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വളരെ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങളിൽ ഒന്നായിട്ടാണ്, ഏറ്റവും വേഗത്തിലുള്ള കാറ്റ് വീശുന്ന സ്ഥലങ്ങളിൽ ഒന്നായിട്ട് നമ്മളെ ഈ രാമക്കൽ മേടിനെ അറിയപ്പെടുന്നത്. അപ്പോൾ വേണ്ട വെയിലിൽ കാണുന്നുണ്ടോ, ഒന്നും ക്ലിയർ ആവത്തില്ല കേട്ടോ. മൊത്തം മഞ്ഞ് കാരണം മൂടിയിരിക്കുക. അതാണ് നമ്മളെ ഇവിടുത്തെ വേഴാമ്പൽ ശില്പം. അവിടെ വാച്ച് ടവർ അത് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ അവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാച്ച് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ കുറഞ്ഞ സമയത്തൊന്ന് കയറി നോക്കാം കേട്ടോ. ആൾക്കാർ അവിടെ നിൽക്കുന്നില്ല കേട്ടോ. കണ്ടോ വേണ്ട നമ്മളിവിടെ അപ്പോഴിതാണ് പ്രശസ്തമായ കുറവൻ കുറുത്തി ശില്പം. പക്ഷെ നമുക്കിപ്പോഴേ ഈ മഞ്ഞ് കോട ഇങ്ങനെ മൂടിക്കിടക്കുന്നത് കൊണ്ട് ഒന്നും ക്ലിയറല്ല. ഇത്രയും അടുത്ത് വന്നിട്ട് നമുക്ക് ക്ലിയർ ആവുന്നില്ല. അതെന്ന് വെച്ചാൽ ഈ മഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്. കുറവനും കുറത്തിയും ഇതേ കുഞ്ഞും എല്ലാം കൂടെ ആയിട്ടുള്ള ശില്പം. നമ്മൾ മറ്റേത് ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തമിഴ്നാട് ഭാഗങ്ങൾ എല്ലാം കാണാം കേട്ടോ. അതിർത്തിയാണല്ലോ. പക്ഷെ ഇന്ന് വന്നിട്ട് തമിഴ്നാട് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കേരളം പോലും അടുത്തൂടെ നടക്കുന്ന ആൾക്കാരെ പോലും നല്ലപോലെ കാണാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇത്രയും ഒത്തിരി നാളിന് ശേഷം ഉള്ളൊരിതായിരുന്നു. അടിപൊളിയൊരു യാത്രയായിരുന്നു. അപ്പോഴേ ഈ ഒരു കുഞ്ഞു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നുണ്ട്. ഇനി അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അടുത്ത എടുക്കാം.